പലപ്പോഴും നമ്മൾ നല്ല കമ്പനീസിനെ IPO അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാറില്ല. അതിന് മുഖ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും. അപ്പം നമ്മളെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഷെയർ ഹോൾഡർ കോട്ട. ഷെയർ ഹോൾഡർ കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ആവാൻ പോകുന്ന കമ്പനീൻ്റെ പേരൻറ്റ് കമ്പനീൻ്റെ ഷെയർ നമ്മൾ കൈവശമുണ്ടെങ്കിൽ നമുക്കതിൽ ഷെയർ ഹോൾഡർ കോട്ടയിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ അഥവാ ഷെയർ ഹോൾഡർ കോട്ടയിലൂടെ അപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറമെ റീറ്റെയിൽ കാറ്റഗറിയിലും അതോ HNI കാറ്റഗറി ഇത് രണ്ടിലും കൂടി ഇതിൻ്റെ പുറമെ അപ്ലൈ ചെയ്യാൻ പറ്റും. BCCI ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് ഇതിൻ്റെ പാരൻറ്റ് കമ്പനി കോൾ ഇന്ത്യ ആയിരുന്നു. അതിൽ ഷെയർ ഹോൾഡർ കോട്ട ഏകദേശം ഒരു 10% അടുത്തായിരുന്നു ഉള്ളത്. അതിൽ തന്നെ ഭാരത് കോക്കിംഗ് കോൾ ഓൾമോസ്റ്റ് ലിസ്റ്റ് ആയത് 100% ഗെയിൻസിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള റെക്കോർഡ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ കോട്ടയിൽ നിൽക്കുന്ന കമ്പനീൻ്റെ പാരൻറ്റ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് January 1. അപ്പോൾ January 1 മുന്നേ നമ്മളെ കൈമൽ കോൾ ഇന്ത്യൻ്റെ ഏകദേശം ഒരു ഷെയറെങ്കിലും കൈവശം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിൽ ഷെയർ ഹോൾഡർ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ റീസെൻ്റ്ലി ഷെയർ ഹോൾഡർ കോട്ടയിൽ വരാനിരിക്കുന്ന കമ്പനീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹീറോ ഫിൻകോപ്പ് അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് ഹീറോ മോട്ടോർ കോപ്പ്. റിലയൻസ് ജിയോ അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് റിലയൻസ്. ആക്സിസ് AMC അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് ആക്സിസ് ബാങ്ക്. ക്രെഡീലിയ അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് HDFC ബാങ്ക്. SBI മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് SBI. കോൾ ഇന്ത്യൻ്റെ ഒരു സബ്സിഡറിയും കൂടി മാർക്കറ്റിൽ വരാൻ പോവാണ് സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ഒരു കമ്പനിയാണ് കോട്ടക് AMC അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു കമ്പനി ഷെയർ മാർക്കറ്റിൽ IPO ത്രൂ വരുമുള്ള കാറ്റഗറീസ് ആയിരുന്നു. ഇതേ കമ്പനി ഷെയർ മാർക്കറ്റിൽ IPOൻ്റെ മുന്നേ വരുവാണെങ്കിലും നമുക്കത് വാങ്ങാൻ പറ്റും.